2015 ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ വനഭൂമി 7,16,673 ചതുരശ്ര കിലോമീറ്ററാണ്. ഇത് രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 21.34%. ആകെ വിസ്തൃതിയുടെ 85,904 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം നിബിഡ വനം ആണ്. 3,15,374 ചതുരശ്ര കിലോമീറ്റർ ഇടത്തരം നിബിഡ വനം എന്ന വിഭാഗവും 3,395 ചതുരശ്ര കിലോമീറ്റർ തുറസായ വനം എന്ന വിഭാഗവുമാണ്. രാജ്യവിസ്തൃതിയുടെ 25,44,228 ചതുരശ്ര കിലോമീറ്റർ വനം ഇതരം എന്ന വിഭാഗത്തിലും 41,363 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കുറ്റിക്കാട് എന്ന വിഭാഗത്തിലും ഉൾപ്പെടുന്നു. വിസ്തീർണ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് കവർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. രണ്ടാം സ്ഥാനത്തുള്ള അരുണാചൽ പ്രദേശിന് വടക്കുകിഴക്കൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ വനമുള്ള സംസ്ഥാനം എന്ന പ്രത്യേകതയും സ്വന്തമാണ്. ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ഒഡീഷ എന്നിവയാണ് വനവിസ്തൃതിയിൽ തൊട്ടടുത്ത സ്ഥാനങ്ങളിലുള്ള സംസ്ഥാനങ്ങൾ. സംസ്ഥാന വിസ്തൃതിയുടെ 88.93% ഭാഗത്ത് വനമുള്ള മിസോറാമിലാണ് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത്. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളാണ് ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള സംസ്ഥാനങ്ങൾ. വനഭൂമിയുടെ വിസ്തീർണം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാന ആണ്. ഇത് സംസ്ഥാന വിസ്തൃതിയുടെ 35.8%. ശതമാനാടിസ്ഥാനത്തിൽ വനം ഏറ്റവും കുറവ് പഞ്ചാബിലാണ്. ഇത് സംസ്ഥാന വിസ്തൃതിയിൽ 1,771 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേന്ദ്ര സംസ്ഥാന പ്രദേശങ്ങളിൽ വനവിസ്തീർണം ഏറ്റവും കൂടുതൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിലാണ്. ആകെ വിസ്തീർണത്തിൻ്റെ 6,751 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇവിടെ വനമാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഇവിടെ വനഭൂമിയുടെ വിസ്തീർണം 27.06 ചതുരശ്ര കിലോമീറ്ററാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ വനവിസ്തീർണം ഏറ്റവും കുറവ് ദാമൻ ദിയുവിലാണ്. ശതമാനാടിസ്ഥാനത്തിൽ വനം ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. കേരളത്തിൽ 19,239 ചതുരശ്ര കിലോമീറ്റർ വനമുണ്ട്. ശതമാനാടിസ്ഥാനത്തിൽ ഇത് 49.50% ആകെ വനവിസ്തൃതിയിൽ 1,523 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം വെരി ഡെൻസ് ഫോറസ്റ്റ് എന്ന വിഭാഗത്തിലും 9,301 ചതുരശ്ര കിലോമീറ്റർ മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ് എന്ന വിഭാഗത്തിലും 8,415 ചതുരശ്ര കിലോമീറ്റർ ഓപ്പൺ ഫോറസ്റ്റ് എന്ന വിഭാഗത്തിലും ഉൾപ്പെടുന്നു. തൊട്ടു മുമ്പത്തെ റിപ്പോർട്ടിനേക്കാൾ 1,317 ചതുരശ്ര കിലോമീറ്റർ വർധനവുണ്ട്. ഇന്ത്യയിൽ തമിഴ്നാട് കഴിഞ്ഞാൽ വനവിസ്തീർണത്തിൽ ഏറ്റവും കൂടുതൽ വർധനവ് കേരളത്തിലാണ്. വിവിധ തരം വനങ്ങൾ. ഇന്ത്യയിൽ 5 തരം വനങ്ങളുണ്ട്. 1. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, അർദ്ധ നിത്യഹരിത വനങ്ങൾ. 2. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. 3. വരണ്ട മുൾക്കാടുകൾ. 4. ചതുപ്പുനിലങ്ങൾ അഥവാ തീരദേശ വനങ്ങൾ. 5. ഹിമാലയൻ പ്രദേശത്തെ വനങ്ങൾ. ഇതുകൂടാതെ വനസാന്ദ്രതയ്ക്കനുസരിച്ച് ഇപ്രകാരവും വനങ്ങളെ തരംതിരിക്കാറുണ്ട്. നിബിഡ വനം, വനസാന്ദ്രത 70%-ലധികമുള്ള ഭൂമി. ഇടത്തരം നിബിഡ വനം, വനസാന്ദ്രത 40%-നും 70%-നും ഇടയിൽ. തുറസായ വനം, വനസാന്ദ്രത 10%-നും 40%-നും ഇടയിൽ. കുറ്റിക്കാട്, 10%-ൽ താഴെ മാത്രം വനസാന്ദ്രതയുള്ള പ്രദേശം. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, വർഷത്തിൽ 200 സെൻറ്റിമീറ്ററിലധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണിവ. ഉയർന്ന ആർദ്രതയും ഋജുവായ താപനിലയുമുള്ള കാലാവസ്ഥ ഇവിടെ അനുഭവപ്പെടുന്നു. ഈ മേഖലകളിൽ വിവിധ ഇനം വനങ്ങൾ കൂട്ടത്തോടെ വളരുന്നു. പശ്ചിമഘട്ടത്തിന് മുകളിലും വടക്കുകിഴക്കൻ ഇന്ത്യയുടെ മലയോര മേഖലകളിലും നിത്യഹരിത വനപ്രദേശങ്ങൾ കാണപ്പെടുന്നു. അർദ്ധ നിത്യഹരിത വനങ്ങൾ. നിത്യഹരിത വനങ്ങൾ ധാരാളമായി ഉണ്ടെങ്കിലും അവയുടെ സാന്നിധ്യം പൂർണ്ണമല്ലാത്ത പ്രദേശങ്ങളാണ് ഇവ. പശ്ചിമഘട്ടത്തിൻ്റെ വരണ്ട ഭാഗങ്ങൾ, ബംഗാൾ, ഒഡീഷ, വടക്കുകിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ അർദ്ധ നിത്യഹരിത വനങ്ങൾ കാണാം. വർഷത്തിൽ 200 സെൻറ്റിമീറ്ററിലധികം മഴ കിട്ടുന്ന പ്രദേശങ്ങളിലാണ് ഇത്തരം വനങ്ങൾ കാണുന്നത്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. വരണ്ട കാലാവസ്ഥയിലും തണുപ്പുകാലത്തും ഇലകളില്ലാതെ നിൽക്കുന്ന വനപ്രദേശങ്ങളാണിവ. ഇവിടെ വർഷത്തിൽ 100 സെൻറ്റിമീറ്ററിനും 200 സെൻറ്റിമീറ്ററിലും അധികം മഴ ലഭിക്കും. ഉത്തരഭാഗത്ത് സിവാലിക് മലനിരകൾ മുതൽ ദക്ഷിണഭാഗത്ത് പശ്ചിമഘട്ടം വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നു. തേക്ക്, സാല്, ചന്ദനം തുടങ്ങിയ മരങ്ങൾ ഇവിടെ വളരുന്നു. മുൾക്കാടുകൾ. ഊഷരവും വരണ്ടതുമായ മഴ ലഭ്യത 80 സെൻറ്റിമീറ്ററിൽ താഴെയുള്ള പ്രദേശങ്ങളാണ് മുൾക്കാടുകൾ.
പടിഞ്ഞാറൻ പഞ്ചാബ്, തെക്ക് പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ഡെക്കാൻ പ്രദേശത്തിൻ്റെ വരണ്ട മേഖലകളിലും ഇവ വ്യാപിച്ചു കിടക്കുന്നു. ചതുപ്പു നിലങ്ങൾ അഥവാ തീരദേശ വനങ്ങൾ. ഇത്തരം വനങ്ങൾ നദീതടങ്ങളിലും തുരുത്തുകളിലും വ്യാപകമായി കാണപ്പെടുന്നു. ഗംഗയുടെയും മഹാനദിയിലെയും തുരുത്തുകൾ തീരദേശ വനങ്ങൾക്ക് ഉദാഹരണമാണ്. ഹിമാലയൻ മേഖലയിലെ വനങ്ങൾ. ഹിമാലയൻ പ്രദേശത്ത് വനങ്ങൾ ഉയരത്തിനനുസരണമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ശിവാലിക് പ്രദേശങ്ങൾ ഉഷ്ണമേഖല ആർദ്ര ഇലപൊഴിയും വനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. കുറച്ചുകൂടെ ഉയർന്ന ഭാഗത്ത് അശോകം, ഓക്ക് തുടങ്ങിയവ കാണാം. ഏതാണ്ട് 1600 മുതൽ 3300 മീറ്റർ ഉയരത്തിലെത്തുമ്പോൾ ദേവദാരു, പൈൻ എന്നിവയുടെ സാന്നിധ്യമുണ്ട്. ലോകത്തിലെ ആകെ കണ്ടൻ വനങ്ങളുടെ 3% ഇന്ത്യയിലാണ്. ഇതിൽ പകുതിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ വനമായ ബംഗാളിലെ സുന്ദർബൻസിലാണുള്ളത്. ഗുജറാത്തിനാണ് 2ാം സ്ഥാനം. കേരളത്തിലെ ജില്ലകളിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരിലാണ്.